2017 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ മാത്രം വ്യാപകമായ നാശനഷ്ടമാണ് ആനയുൾപ്പെടെയുള്ള വന്യജീവികൾ മൂലം ഉണ്ടായിട്ടുള്ളത്. ഇതുമൂലമുണ്ടായിട്ടുള്ള വിളനാശങ്ങൾ 20,000-ലും അധികമാണ്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം 105 പേരുടെ ജീവനുകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാട്ടാനകൾ മൂലം ഇല്ലാതായി. ഇവയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് നിന്നാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്ന് അതാത് വനപ്രദേശങ്ങളിലെ കാട്ടാനകളെ കണ്ടെത്തി റേഡിയോ കോളർ ധരിപ്പിച്ച് ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാനുള്ള സംവിധാനം കൊണ്ടുവരുന്നത്. കർണാടകയിൽ നിന്ന് മാത്രം റേഡിയോ കോളർ ധരിപ്പിച്ച ആനകളുടെ എണ്ണം 14ആണ്. കേരളം ഇവയുമായി അതിർത്തി പങ്കിടുന്നൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അനേകം വന്യമൃഗങ്ങൾ കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ അജീഷിൻ്റെ ദാരുണാന്ത്യം എല്ലാവരും ഉറ്റുനോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അത്താണി നഷ്ടപ്പെട്ട ആ കൊച്ചു കർഷക കുടുംബത്തിൻ്റെ നിലവിളിക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ല. ഈ വിഷയത്തിൽ ഉയർന്നു കേൾക്കുന്ന പ്രദേശവാസികളുടെ പ്രതിഷേധ സ്വരം ന്യായമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അധികൃതർ നേരിടുന്ന വെല്ലുവിളികളും ചെറുതൊന്നുമല്ല. റേഡിയോ കോളർ ധരിച്ച ഒരാനയുടെ വിവരങ്ങൾ ലഭിക്കാൻ ഏതാണ്ട് 4 മുതൽ 6 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാനയെ മയക്കുവെടി വെച്ച് വീഴ്ത്തുന്നതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആയതിനാൽ ജനങ്ങളെല്ലാവരും ആ ദൗത്യം പൂർത്തിയാക്കുന്നത് വരെ ഫോറസ്റ്റ് അധികൃതരോട് അങ്ങേയറ്റം സഹകരിക്കേണ്ടത് അനിവാര്യമാണ്. ആനയാണോ മനുഷ്യനാണോ വലുത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും. ആനയെ തനിച്ച് വിട്ടേക്കുക എന്നതുപോലെ തന്നെ മനുഷ്യരെയും അവരുടെ ജീവനോപാധികളെയും തനിച്ച് വിട്ടേക്കുക. ആർട്ടിക്കിൾ 21 പ്രകാരം ഭയരഹിതമായ സമാധാനപരമായ ജീവിതം മനുഷ്യരുടെ ആകെ മൗലികാവകാശമാണ്. ആ ജീവന് ഭീഷണിയാവുന്ന വിധം ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുക എന്നതു തന്നെയാണ് ശരിയായ രീതി. അവിടെ ഫിലോസഫികൾക്ക് സ്ഥാനമില്ല. സീസണലായി മാത്രം ഉണ്ടാകുന്ന പ്രകൃതി സ്നേഹത്തിനും സ്ഥാനമില്ല. മാനവ ജീവനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നില്ല ആ ജീവനെടുക്കാൻ വരുന്ന ക്രൂരനായ കാട്ടാന. തുടർച്ചയായി വനം വകുപ്പ് നടത്തി വരുന്ന ഈ ദൗത്യം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.